ഓൾറെഡി നമ്മുടെ ഡൂംസ്ഡേയിൽ വരാൻ പോകുന്ന കാസ്റ്റ് സൂപ്പർ ഹീറോസും ക്യാരക്ടേഴ്സൊക്കെ ആരാണെന്ന് നമ്മുടെ RDJ കുറച്ച് ചേരൊക്കെ അടുക്കി വെച്ചിട്ട് ഓൾറെഡി റിവീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ അപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതായത് മെയിനായിട്ട് ഈ ഡൂംസ്ഡേ ഇൻകേഷൻ ഒക്കെ വരുമ്പോൾ തന്നെ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള ഒരാളാണ്. അതായത് മൾട്ടിവേഴ്സ് മാഡസിൻ്റെ എൻഡിൽ തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ക്ലിയർ വന്നിട്ട് ഒരു ഇൻകേഷൻ പുള്ളി കാരണം കോസായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. സോ അങ്ങനെയുള്ള ഡോക്ടർ സ്ട്രേഞ്ച് അല്ലേ ശരിക്കും ഈ പടത്തിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ക്യാരക്ടറിനെ ഈ ചെയർ റിവീലൊന്നും കാണിച്ചിട്ടില്ലോ, പുള്ളി ഇല്ലെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒഫീഷ്യലായിട്ട് തന്നെ RDJ തന്നെ ആ കാര്യം ഒരു ഈസ്റ്റർ എഗ് മൂലം റിവീൽ ചെയ്തിട്ടുണ്ട്. RDJ മാത്രമല്ല വേറെയും കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അത് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. RDJ പുള്ളിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെ ഒരു സ്റ്റോറി ആയിട്ട് ഇട്ടതാണ് ഈ ഒരു പിക്ക്. അതിൽ നമ്മുടെ ഡോക്ടർ ഡൂം ഈസ്റ്റർ എഗ്സ് ഒരു മുട്ടുള്ള ബാസ്ക്കറ്റിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഒഫീഷ്യലി നമ്മുടെ ഡൂം ആ ഡൂം സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി പോകുന്ന ഏതൊക്കെ ഹീറോസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, ആ പടത്തിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് വരാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് പുള്ളി ഹിൻറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇതൊരു കോമിക് പാനലിൽ നിന്നൊന്നും എടുത്തിട്ടുള്ള കാര്യമല്ല, കാരണം ഇതൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി നമുക്ക് അതിൽ ഓരോരുത്തരായിട്ട് കാണാം, അതായത് അതിൽ ആരൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ താഴെയുള്ള നമ്മുടെ ആ റെഡ് ആൻഡ് യെല്ലോ ലോഗോ ഉള്ള ആ ഈസ്റ്റർ എഗ്, അത് വേറെ ആരുടെയല്ല, നമ്മുടെ ഷാങ്ചിയുടെ ആണ്. സാമുവലി ഓൾറെഡി ഈ പടത്തിലുണ്ടെന്ന് ആ കാസ്റ്റ് റിവീലിൽ തന്നെ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ നോർമലാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ലോഗോ ഉള്ള ഒരു ഈസ്റ്റർ എഗ് ഉണ്ട്. അവഞ്ചേഴ്സിൻ്റെ ലോഗോ മാത്രം കാണിച്ചിരിക്കുകയല്ല, ആ മൊത്തം എഗ്ഗ് തന്നെ ക്രാക്ക് ആയിട്ടുള്ളത് പോലും, പിന്നെ ആ അവഞ്ചേഴ്സിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ സിമ്പിൾ ഉള്ള പോലെയും കാണിച്ചിട്ടുണ്ടാവും. ആ സ്റ്റാർ സിമ്പിൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് നമ്മുടെ ന്യൂ അവഞ്ചേഴ്സിനാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഇപ്പോൾ MCUവിൽ തന്നെ ഒരു സിവിൽ വാർ പോലെ ഒരു സാധനം പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് നമ്മുടെ അവഞ്ചേഴ്സും ന്യൂ അവഞ്ചേഴ്സും തമ്മിൽ. അതായത് ആ അവഞ്ചേഴ്സ് എന്നുള്ള ആ മൊത്തം മുട്ട തന്നെ ക്രാക്ക് ആയിട്ടുള്ളപ്പോൾ നിങ്ങൾ മനസ്സിലാവും, അതായത് ആ അവഞ്ചേഴ്സിൻ്റെ ഇടയിൽ തന്നെയുള്ള ആ പ്രശ്നമായിരിക്കും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. അതായത് ഇപ്പോൾ നമ്മുടെ സാമ്പിൾസിൻ്റെ തലമിലുള്ള ആ ക്യാപ്റ്റൻ അമേരിക്കയുടെ തലയിലുള്ള ഒരു അവഞ്ചേഴ്സ് ടീം ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ന്യൂ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അവഞ്ചേഴ്സ് ടീമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ട്രേഡ് മാർക്ക് വേറെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ കൂടെ ആ Z ചേർത്തിട്ട് അവഞ്ചേഴ്സ് എന്നാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഓൾറെഡി നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക സ്റ്റാമ്പിൾസ് ഉണ്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ആ തണ്ടർബോൾട്സ് പടത്തിൽ തന്നെ പറയുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കണം അവഞ്ചേഴ്സും ന്യൂ അവഞ്ചേഴ്സിനെയും സൂചിപ്പിക്കുന്ന പോലെ ഈ മുട്ട ഇങ്ങനെ ക്രാക്ക് ആയിട്ടുള്ള പോലെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ഒരു പച്ച കളർ മുട്ടയിൽ ഒരു യെല്ലോ കളർ തൃശ്ശൂലം പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ഒരു മുട്ട കാണാം. അത് വേറെ ആരുടെ അല്ല, നമ്മുടെ നെയ്മോറിൻ്റെയാണ്. പക്ഷേ അവിടെയാണ് ചെറിയൊരു ഡൗട്ട് വരുന്നത്. കാരണം കോമിക്കിൽ നമ്മുടെ നെമോറിന് തൃശ്ശൂലം പോലത്തെ ഒരു സാധനം ഉള്ള പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ പടത്തിൽ കാണിച്ചിരിക്കുന്ന നമ്മുടെ നെമോറിന് കയ്യിലൊരു സ്പിയർ പോലുള്ള ഒരു സാധനമാണ് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ വക്കാണ്ടൻസിനെ കാണിക്കുന്ന ആ ട്രെയിലറിലും ഡൂംസ്ഡേയിൽ നമ്മുടെ നെമോറിൻ്റെ കയ്യിൽ അതേപോലെ ഒരു സ്പിയർ പോലെ തന്നെ സാധനം ഉള്ള പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനായിരിക്കണം നമ്മുടെ RDJ ഇവിടെ ഒരു തൃശ്ശൂലം സൂചിപ്പിച്ചിട്ടുള്ളത്? ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഡൂംസ്ഡേയിൽ നമ്മുടെ നെമോറിന് ആ തൃശ്ശൂലം കിട്ടുന്ന പോലെയോ പുള്ളി അതെടുക്കുന്ന പോലെയൊക്കെ കാണിക്കാം. ചിലപ്പോൾ പുള്ളിയുടെ ആർമറിയിലുണ്ടാവും, ചിലപ്പോൾ പോയി എടുക്കേണ്ട താമസം ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആ ലോഗോ ഉണ്ട്. ആ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ലോഗോ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡൂം അടിച്ചൊരു വെട്ടിട്ടുള്ള പോലെ കാണിച്ചിട്ടുണ്ടാവും. അഫ്കോഴ്സ് എല്ലാ സംഭവത്തിലും നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ മെയിൻ വില്ലനായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ഡൂം. പുള്ളിക്കാണെങ്കിൽ കണ്ടെടുത്താൽ കണ്ടുകൂടെ ഈ ഫാന്റാസ്റ്റിക് ഫോറിനെ. പുള്ളി ടൈം ട്രാവൽ ചെയ്ത് പോകുമ്പോൾ പാസ്റ്റിൽ വരെ തുരത്തിപ്പോയി അടിച്ചുകൊണ്ടിരുന്ന ടീമാണ് ഈ ഫാന്റാസ്റ്റിക് ഫോർ. പ്രത്യേകിച്ച് റീഡ് റിച്ചർഡ്സിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. മാത്രമല്ല പുള്ളിയുടെ ഭാര്യനെ ഈ ഡൂം അണ്ണൻ ഒരു നോട്ടമുണ്ട്. അതുകൊണ്ടാണ് പുള്ളിനെ ചിലപ്പോൾ ആ ഫാന്റാസ്റ്റിക് ഫോറിന് അങ്ങനെ ഒരു വെട്ടിട്ട് വെച്ചേക്കണേ. ചിലപ്പോൾ ഈ പടത്തിൽ തന്നെ അവരെ തട്ടിക്കളായിരിക്കും. പിന്നെ ഇപ്പുറത്ത് ഒരു മുട്ട ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, ഒരു സ്പൈഡർ സിമ്പിളും വെച്ചിട്ട്. വേറെ ആര്? നമ്മുടെ സ്പൈഡർമാൻ തന്നെ. പക്ഷെ അവിടെയാണ് വേറൊരു കൺഫ്യൂഷൻ വരുന്നത്. അതായത് സ്പൈഡർമാൻ വരുന്നുണ്ടെന്ന് കൺഫേമായി, പക്ഷേ ഇത് ഏത് സ്പൈഡർമാനാണ്? ഓൾറെഡി ഇതിൻ്റെ കാസ്റ്റ് റിവീലിൽ ഒന്നും നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ ഡൂംസ്ഡേയിൽ ഉണ്ടെന്ന് എവിടെ റിവീൽ ചെയ്തിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ റീഷൂട്ട്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ആ റീഷൂട്ട്സിൽ നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാനെ ആഡ് ചെയ്യുമെന്നും എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ചെയ്യായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാനെ ചിലപ്പോൾ ആയിരിക്കില്ല സൂചിക്കുന്നത്. ഓൾറെഡി തന്നെ ഇതിൻ്റെ പ്ലോട്ട് ലീക്കും ഡൂംസ്ഡേയുടെ പ്ലോട്ട് ലീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലീക്സ് ഉണ്ടായിരുന്നു. അതിൽ പടത്തിൻ്റെ ഓപ്പണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ടോബി മെഗ്വയർ സ്പൈഡർമാൻ്റെ യൂണിവേഴ്സ് എക്സ്മെൻസ് നശിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ്. സോ ആ ഒരു സ്പൈഡർമാൻ വെർഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആൻഡ്രൂ ഗ്രാഫിൻ്റെ സ്പൈഡർമാൻ വെർഷനോ ആയിരിക്കാം ചിലപ്പോൾ ഇവിടെ ഈ സൂചിപ്പിച്ചിട്ടുള്ളത്. ടോം ഹോളണ്ട് ആണോ എന്ന് ചോദിച്ചാൽ ഒരു 50-50 ചാൻസ് ആണുള്ളത്. എന്തായാലും ടോബി മെഗ്വയർ വരുന്നു ഓൾറെഡി ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ പ്ലോട്ട് ലീക്കിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ 3 സ്പൈഡർമാനും വന്നെന്നും വരാം. എന്താണെങ്കിലും ഏതെങ്കിലും ഒരു സ്പൈഡർമാൻ ഈ പടത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് 100% കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ തന്നെ മഞ്ഞ കളറിൽ നമ്മുടെ എക്സ്മാൻ്റെ ലോഗോ കാണിച്ചിട്ടുണ്ടാവും. ആ എക്സ്മാൻ്റെ ലോഗോ കാണിച്ചിട്ടുള്ള ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, എക്സ്മാൻ്റെ ട്രെയിലർ ലോഗോ കാണിച്ചിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ എക്സ്മാൻ്റെ ആ യൂണിവേഴ്സിനെ തന്നെ മൊത്തത്തിൽ കാണിക്കാൻ വേണ്ടി പോകുന്നതാണ്. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ മാർവൽസ് പടത്തിൻ്റെ എൻഡിൽ കാണിച്ചിട്ടുള്ള ആ ബീസ്റ്റിനൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, ആ ഒരു യൂണിവേഴ്സിലുള്ള എക്സ്മെൻസിനെ ആയിരിക്കും ഇതിൽ കാണിക്കാൻ വേണ്ടി പോകുന്നതെന്ന് തോന്നുന്നു.
അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ ഒരു ലോഗോ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഓൾറെഡി ഷൂറിയുടെ ബ്ലാക്ക് പാന്തർ ഉണ്ടെന്ന് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന പ്ലോട്ട് സിനോപ്സിസ് അനുസരിച്ചിട്ട് പുതിയൊരു ബ്ലാക്ക് പാന്തറിൻ്റെ ഡൂംസ്ഡേയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകണമെന്നും പറഞ്ഞിട്ട്, മാത്രമല്ല ബ്ലാക്ക് പാന്തർ 3 എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങാൻ വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്ലോട്ടും ലീക്കൊക്കെ നടക്കുന്നുണ്ട്. അത് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, കാരണം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇറങ്ങുമെന്ന്. ചിലപ്പോൾ എന്തായാലും സീക്രട്ട് വാർസിന് ശേഷം മ്യൂട്ടൻസ് ആകെ ആയിരിക്കും ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ ബ്ലാക്ക് പാന്തർ 3 ഒക്കെ നടക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ പുതിയൊരു ബ്ലാക്ക് പാന്തറിനെ ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ തോറിൻ്റെ ഹാമർ കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്ട്രോം ബ്രേക്കർ അല്ല കാണിച്ചിരിക്കുന്നത്, തോറിൻ്റെ മ്യോളറാണ് കാണിച്ചിരിക്കുന്നത്. ഓൾറെഡി പടത്തിൻ്റെ ട്രെയിലറിൽ നമ്മുടെ തോർ സ്ട്രോം ബ്രേക്കറും കൊണ്ടുള്ളതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ മ്യോളറാണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ സ്ട്രോം ബ്രേക്കർ എന്തെങ്കിലും ഒരു ആവശ്യം കൊണ്ടൊക്കെ പുള്ളിയുടെ കൈവിട്ട് പോയിട്ട് ചിലപ്പോൾ നമ്മുടെ തോറ് വീണ്ടും മ്യോളറിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം. പിന്നെ അഫ്കോഴ്സ് ഇപ്പോഴത്തെ നമ്മുടെ കസേരയിൽ രാജാവായിട്ടിരിക്കുന്ന ലോക്കി, പുള്ളിനെയും കാണിച്ചിട്ടുണ്ട്. പുള്ളി എന്തായാലും വരാൻ പോകുന്നത് നമുക്ക് എന്തായാലും അറിയാവുന്ന കാര്യമാണ്. കാരണം ലോക്കീനെ തേടിയിട്ടാണ് ഡൂം ഇറങ്ങാൻ വേണ്ടി തന്നെ പോകുന്നത്. കാരണം പുള്ളിനെ കണ്ടുപിടിച്ചാലേ മൊത്തം മൾട്ടിവേഴ്സിനെയും കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൂമിന് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ലോക്കി വരണമല്ലോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആൻറ്റ്മാനെ കാണാൻ വേണ്ടി പറ്റും. ഐ മീൻ 3 എറുമ്പുള്ള ഒരു മുട്ട കാണാൻ വേണ്ടി പറ്റും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ സ്കോട്ട്ലാൻഡ്, പിന്നെ വാസ്പ്, പിന്നെ പുള്ളിയുടെ മോള്, ഇവർ 3 പേരും ആയിരിക്കണം ആ 3 എറുമ്പിനെ കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ആൻറ്റ്മാൻ്റെ ഫാമിലി മൊത്തം ഇറങ്ങാൻ വേണ്ടി പോകാം. പിന്നെ അതേ സമയത്ത് ഇപ്പുറത്ത് നമ്മുടെ സ്പൈഡർമാൻ ഒളിപ്പിച്ച് വെച്ച പോലെ തന്നെ ഇപ്പുറത്ത് വേറൊരു ഈസ്റ്റർ എഗ് ഒളിച്ചു കിടക്കുന്ന കാണാം. പക്ഷെ അത് കാണുമ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും നമ്മുടെ ആ എക്സ്മെൻസിൻ്റെ ആ കോളറുള്ള ലോഗോ പോലെ കാണാൻ വേണ്ടി തോന്നും. ചിലപ്പോൾ അത് വേറൊരു എക്സ്മെൻ്റെ ലോഗോയോ വേറെ യൂണിവേഴ്സിലെ നമ്മുടെ ഡെഡ്പൂളോ വുൾവറിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അല്ല, അത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെയാണ്. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ സാങ്ക്ടോ സാൻഡ്രോ ഇല്ലേ, ആ സെയിം സാധനമാണ് അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അതായത് ഡോക്ടർ സ്ട്രേഞ്ച് വരാൻ വേണ്ടി പോവാണ്. എന്തായാലും ഡൂംസ്ഡേയുടെ റീഷൂട്ട്സിലൊക്കെ നമ്മുടെ സ്പൈഡർമാനെയോ ചിലപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ചിനെയോ ഒക്കെ ചിലപ്പോൾ ആഡ് ചെയ്യുമായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഇവർ മിസ്റ്റീരിയസ്ലി ആ കാസ്റ്റ് റിവീലിൽ ഇവരൊക്കെ മറച്ചിട്ടുള്ളതും. ഒരു സസ്പെൻസൊക്കെ വേണ്ടേ, നല്ലൊരു രസമുള്ളൂ. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. ഇപ്പോൾ ലോക്കി ഇല്ലാതെ എങ്ങനെയാണ് ഡോംസ്ഡേ പറയാൻ വേണ്ടി പറ്റാത്തത്, അതേപോലെ തന്നെയാണ് ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ലാതെയും മൾട്ടിവേഴ്സിലെ ഒരു നടക്കുന്ന ഒരു കഥ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം മൊത്തം റിയാലിറ്റീനെ തന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് സോസറസ്. അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ലാതെ എങ്ങനെയാണ് ഈ മെയിൻ കഥ പറയാൻ വേണ്ടി പോകുന്നത്? മാത്രമല്ല പുള്ളിയാണല്ലോ ഒരു ഇൻക്വേഷൻ തടയാൻ വേണ്ടിയിട്ടും പോയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് എന്തായാലും ഓൾറെഡി ഇൻക്വേഷൻസിനെ കുറിച്ചൊക്കെ ഓൾറെഡി അറിയാവുന്നതാണ്. സോ പുള്ളി എന്തായാലും ഈ പടത്തിൽ വന്നേ പറ്റൂ. മാത്രമല്ല മൊത്തം ഈ ഡൂംസ്ഡേ പടം തന്നെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിന് തൊട്ട് മുമ്പ് തന്നെ ദ റോഡ് ടു അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞിട്ട് ടൈംസ് റൺസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക് സീരീസ് ഉണ്ടായിരുന്നു. മൊത്തം 3 വോളിയം എങ്ങാനുണ്ട്, വലിയൊരു കോമിക്കാണ്. എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കോമിക്കിൽ മെയിൻ റോൾ തന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചാണ്. അതായത് ഡോക്ടർ സ്ട്രേഞ്ച് ഡൂമോ ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു വലിയ പണിയൊക്കെ അതിൽ ഒപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സീക്രട്ട് വാർസ് ഒക്കെ നടക്കുന്നത്. സീക്രട്ട് വാർസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ നടക്കുന്ന ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. പല ഹീറോസും വില്ലൻസൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തടുക്കാൻ വേണ്ടിയിട്ടും അതിൽ നമ്മുടെ സുപ്പീരിയർ അയൺമാൻ, ഓൾഡ് ക്യാപ്റ്റൻ അമേരിക്ക ഒക്കെ നടക്കുന്ന ഒരു മുട്ടൻ അടിയൊക്കെ ഉണ്ട്. നമ്മളത് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, നമ്മളത് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ ആ ഒരു കോമിക്കിനെ ബേസ് ഈ ഡൂംസ്ഡേ എന്ന് പറയുന്ന പടം തന്നെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അതായത് സീക്രട്ട് വാർസിനെ ബേസ് ചെയ്തിട്ടുള്ള സീക്രട്ട് വാർസ് പടം വരും. ടൈം റൺസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റോഡ് ടു സീക്രട്ട് വാർസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡൂംസ്ഡേ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. സോ ഡോക്ടർ സ്ട്രേഞ്ച് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദാറ്റ് ആൻഡ് ദിസ്. അതേസമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു ഷീൽഡ് കാണിച്ചിട്ടുണ്ടാവും. ഓൾറെഡി അവഞ്ചേഴ്സിൻ്റെ ഒരു ലോഗോ കാണിച്ചല്ലോ. അത് 2 മിക്സ് ആണെന്നൊക്കെയാണ് നീ പറഞ്ഞതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഓൾറെഡി ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് സാമ്പിൾസൺ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഷീൽഡ് വെച്ച് കാണിക്കുന്നതെന്നല്ലേ? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് അവിടെ സാമ്പിൾസൺ, ഐ മീൻ ഫാൽക്കൺസ് ക്യാപ്റ്റൻ അമേരിക്കയുടെ ആയിരിക്കില്ല, നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ സൂചിപ്പിക്കുന്ന പോലെ ആയിരിക്കും. മാത്രമല്ല ഈ പടത്തിൽ മേജറായിട്ടൊരു റോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് തന്നെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആണ്. അതായത് ഈ സ്റ്റീവ് റോജേഴ്സ് കാരണമാണ് ഡൂമിൻ്റെ ആ യൂണിവേഴ്സ് നശിക്കുന്നത്. പുള്ളിനെ ട്രിഗർ കയറ്റിയിട്ടാണ്, ഐ മീൻ പുള്ളീനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡൂം ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്ലോട്ട് ലീക്സ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ സ്റ്റീവ് റോജേഴ്സ് ആണ് മെയിൻ. സോ ആ ക്യാപ്റ്റൻ അമേരിക്കനെ സൂചിപ്പിക്കുന്ന പോലെ ആയിരിക്കണം ഈ ഒരു ഈസ്റ്റർ എഗ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഫാൽക്കണൊക്കെ എന്തിനാണ് ഒരു സെപ്പറേറ്റ് ലോഗോക്കോ? സോ ഇത്രയൊക്കെയാണ് നമ്മുടെ RDJ ഒഫീഷ്യലായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഈസ്റ്റർ എഗ്സിൻ്റെയൊക്കെ ഈ പോസ്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതൊക്കെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 90% കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെറുതെ ഇതൊക്കെ ഇടേണ്ട കാര്യം പുള്ളിക്കില്ലല്ലോ. കാരണം ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഇതൊക്കെ വെറുതെ ഇതൊക്കെ ചുമ്മാറങ്ങ് വരച്ചിടത്തില്ലല്ലോ. സോ ഇങ്ങനൊരു സസ്പെൻസ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം പുള്ളി അങ്ങനെ ഇട്ടിട്ടുള്ളതും. മാത്രമല്ല നമ്മുടെ ഡൂംസ്ഡേയുടെ റിലീസ് മാറ്റി വെക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ഇപ്പോൾ ഡ്യൂണും ഡൂംസ്ഡേയും ഒരുമിച്ചാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല ഡ്യൂണ് കാരണം ഡൂംസ്ഡേയുടെ മൊത്തം IMAX സ്ക്രീൻസ് തന്നെ ഇപ്പോൾ ഷെയർ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡ്യൂണൊക്കെ IMAXിൽ കാണേണ്ട ഒരു പടമാണ്. പക്ഷേ ഡൂംസ്ഡേ അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്നാലും ആ ഒരു കാരണം കൊണ്ട് മൊത്തം കളക്ഷനിൽ തന്നെ ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരാഴ്ച മുന്നത്തേക്ക് നമ്മുടെ ഡൂംസ്ഡേയുടെ പോസ്റ്റ്പോൺ ചെയ്യുന്നതെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഒരാഴ്ച മുന്നേ ഇറക്കുന്ന പടം, അത്രേ ഉള്ളൂ. ശരിക്കും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി ഇപ്പോൾ യൂട്യൂബിൽ ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡൂംസ്ഡേ തുടങ്ങാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട്. സോ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കുമായിരിക്കും അവർ. ചിലപ്പോൾ ആ ടൈമറൊക്കെ റീസെറ്റ് ചെയ്തിരിക്കും. റീസെറ്റ് ചെയ്താൽ നമ്മളെങ്ങനെ അറിയാനാ?
സോ എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. പിന്നെ ആ ടൈം റൺസ് ഔട്ടിൻ്റെ കാര്യം നിങ്ങളാരും മറക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.